ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളെ മുന്നിൽ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണെന്ന്. അപ്പം കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് കൂടുതലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുന്ന സമയത്ത് തന്നെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് നമ്മൾ മോർണിംഗിൽ, അതായത് അതിനേക്കാളും മുന്നേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഭയങ്കര സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ചെയ്യാറുണ്ട്, ചെയ്യാകെയൊന്നുമില്ല. കാരണം എനിക്കൊരു കുറച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പിമ്പിൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ആ സമയം തൊട്ടേ ഞാൻ സ്കിന്നിന് കെയർ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഞാൻ സ്കിന്നിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ പിമ്പിൾസൊക്കെ ഭയങ്കര വേഴ്സണായ ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക്, എന്നെ അറിയുന്നവർക്ക് അത് ഓർമ്മയുണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സങ്കടപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ആ ഒരു സമയം തൊട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫേസിൽ ഓരോ പ്രൊഡക്ട്സ്, അതായത് ഈ ക്ലെൻസിങ് പ്രൊഡക്ട്സ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ. കാരണം ഞാൻ എൻ്റെ +2 കാലഘട്ടം വരെ എൻ്റെ ഓർമ്മയിൽ ഞാനൊരു ഫേസ് വാഷൊന്നും ഇതുവരെ മുഖത്തിട്ടിട്ടില്ല. സാധാ സോപ്പ് വെച്ചിട്ട് കുളിക്കുമ്പോൾ മുഖം കഴുകും എന്നല്ലാണ്ട് ഇല്ല, ഞാനൊരു ഫേസ് വാഷൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് കോളേജിലേക്ക്, ഞാൻ എൻ്റെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോഴാണ് പക്ഷേ ഫസ്റ്റ് ഇയറിലൊന്നും അല്ല, ഒരു 3rd ഇയറൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ക്ലെൻസറും അതുപോലെ തന്നെ മോയ്സ്ചറൈസറൊന്നും അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല, ക്ലെൻസർ യൂസ് ചെയ്യാറുണ്ട്. കാരണം ആ സമയത്തൊന്നും ഞാൻ തൃശ്ശൂരായിരുന്നു എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഈ മുൾത്താണി മിട്ടിയൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഫേസ് വാഷ് എനിക്കൊന്ന് ഹിമാലയ അങ്ങനത്തെ ആ ഒരു പ്രൊഡക്ട്സൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് ഞാൻ മാംഗ്ലൂരാണ് എൻ്റെ മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആണ് എനിക്ക് കൂടുതൽ പിമ്പിൾ ഇഷ്യൂ വന്നത്. കാരണം ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തത് മംഗലാപുരത്തായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പഠിച്ചവർക്ക് അറിയാം, ഭയങ്കര പൊല്യൂഷനുള്ളൊരു സ്ഥലമാണ് മംഗലാപുരം. അതായത് ഭയങ്കരമായിട്ട് ഡസ്റ്റാണ്. നമ്മളിപ്പം പുറത്തു കൂടെ ബസ്സിൽ കൂടെ പോകുമ്പോഴായാലും എല്ലാം ഭയങ്കര പൊടിയാണ്. അപ്പം അതെല്ലാം വന്ന് നമ്മളെ മുഖത്ത് അടിഞ്ഞുകൂടി. നമ്മൾ ഈ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ ആ സമയത്ത്. ഫുൾ എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു പിമ്പിൾ. കാരണം 2 കവിളും നിറച്ചും പിമ്പിൾസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം. ഒരു പിമ്പിൾ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ ഇടാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ചേഞ്ചസ് വന്നിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ എൻ്റെ സ്കിന്നായിരിക്കണം എന്നില്ല, ബാക്കിയുള്ളവരുടെ സ്കിന്ന്. പക്ഷേ എന്നാലും മേ ബി ഈ ഒരു ഈ ഒരു സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എന്നും വരാം. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലെൻസിങ് വെച്ചിട്ടാണ്. ക്ലെൻസിങ് സൊല്യൂഷൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളെ ഈ പറഞ്ഞ പോലെ ക്ലെൻസറായിട്ട് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റാഫിലിൻ്റെ, നിങ്ങൾക്ക് മിറർ ഇമേജ് ആയിരിക്കും കാണുന്നത്, സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ ഫോർ ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിനുള്ള ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഹിമാലയ, പോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചാർക്കോളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം പിമ്പിൾ ഉണ്ടായ സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും ഈ ഒരു ക്ലെൻസർ എടുത്ത് വീണ്ടും ഇതിൻ്റെ മേലെ ഇങ്ങനെ ഉരച്ചുകൊണ്ട് നിൽക്കുമ്പം എനിക്കത് പൊട്ടി വീണ്ടും നല്ലോണം ആവുകയും ചെയ്തുകൊണ്ടായത്. അപ്പോൾ പക്ഷേ എന്നാലും ഞാൻ ട്രസ്റ്റ് ചെയ്ത് കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ കുറേ എൻ്റെ കുരു കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു, മംഗലാപുരത്ത് തന്നെ KMCTയിൽ കാണിച്ചു. അപ്പം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസ് ആണല്ലോ നമ്മൾ സ്കിന്നിൽ ഡെർമറ്റോളജിക്കലി ഉള്ളതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ ഭയങ്കര പൈസേൻ്റെ ഒരു ക്ലെൻസറും ഓയിൽമെൻറ്റൊക്കെ തന്നു എൻ്റെ കുരുവൊക്കെ അങ്ങനെ വേഴ്സണായൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം നിർത്തി. നമ്മളെ കടലപ്പൊടി ഉണ്ടല്ലോ, കടലപ്പൊടി മാത്രം എടുത്ത് രാവിലെ മുഖം കഴുകിയൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി ഞാൻ ഏട്ടനെ പരിചയപ്പെട്ട സമയത്തൊക്കെ ഏട്ടൻ എന്നെ ഇങ്ങനെ ചീത്ത പറയുമായിരുന്നു, നീ ഓരോ സംഭവങ്ങളൊക്കെ മുഖത്തിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുരു അങ്ങനെ അധികമാവുന്നത്. ഞാൻ ഫ്രീ ആയിട്ട് വിടുന്നു കുറേ പറയാനെടുത്ത്. എന്നാലും നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ഒരു സങ്കടമാണ് നമ്മൾ മുഖം കാണുമ്പോൾ. ഒരാൾ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും, അയ്യോ മുഖത്തെന്തോ പറ്റി, ചിലവർ നല്ലതായിട്ട് ചോദിക്കും, ചിലവർ ഭയങ്കര നമ്മളെ സങ്കടപ്പെടുത്താനുള്ള രീതിയിൽ അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിലും ചോദിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ പിമ്പിളിൻ്റെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറി വേറെ ഉണ്ട്, അത് ഞാൻ ഒരു കോമഡി സ്റ്റോറി ഉണ്ട്, അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഏട്ടനൊക്കെ ചീത്ത പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റും മുഖത്ത് യൂസ് ചെയ്യാണ്ട് നിന്നപ്പം എന്തോ ഒരു മിറാക്കിൾ പോലെ എൻ്റെ പിമ്പിൾസ് കുറഞ്ഞു തുടങ്ങി. അതായത് ഈ ദുബായിൽ വന്നപ്പോൾ കേട്ടോ എൻ്റെ പിമ്പിൾസ് കുറഞ്ഞു തുടങ്ങി. അതിന് മുന്നൊക്കെ പിമ്പിൾ റാഷസ്, ആ സ്കാറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ദുബായിൽ വന്ന് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഇയർ 2 ഇയർ ആയപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് വയ്യ ഒന്നും മുഖത്തിടാൻ വേണ്ടിയിട്ട്, കാരണം മുഖമൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല, ഛർദിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും ഇടാണ്ടായി, ഫേസിലൊന്നും ഇടാണ്ടായപ്പം അറിയില്ല ഛർദി കൊണ്ടാണോ എൻ്റെതെല്ലാം പുറത്തേക്ക് പോയതാണോ എന്തൊന്നും അറിയില്ല, മുഖം നല്ല ക്ലീനായി. പിന്നെ അത് കഴിഞ്ഞൊരു 4 മന്തൊക്കെ ആയപ്പം വീണ്ടും പിമ്പിൾസ് വന്നു തുടങ്ങി. പക്ഷെ അത് ഭയങ്കര വലിയ പിമ്പിൾസൊന്നും അല്ല, എന്നാലും 1, 2, 3 പിമ്പിൾസൊക്കെ. പക്ഷെ എൻ്റെ റാഷസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, 2 കവിളും നല്ല റെഡ് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ +2 കാലഘട്ടത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുബഷിറ എന്നാണ് പേര്. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് എൻ്റെ ഏതൊരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു ക്ലെൻസർ നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കിടി, അവൾക്കും ഇതുപോലെ ഭയങ്കര പിമ്പിൾസ് ഉണ്ടായിട്ട് ഇത് യൂസ് ചെയ്തപ്പം ഭയങ്കര കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കണ്ണടച്ച് വാങ്ങി ഈ ഒരു ക്ലെൻസർ. ഇവിടെ ദുബായിൽ ആ സമയത്ത് എനിക്കൊന്ന് ഈ ഒരു ക്ലെൻസറിന് 120 ദിർഹംസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം കൂടിയിട്ടുണ്ടാവും, പക്ഷെ നാട്ടിൽ എനിക്കൊന്ന് 500-600 റേഞ്ചിൽ കിട്ടും ഇത്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചത് വാങ്ങി സ്റ്റാർട്ട് ചെയ്തു യൂസ് ചെയ്യാൻ. അത് ഭയങ്കര ഒരു ചേഞ്ചാണ് എൻ്റെ ഫേസിലുണ്ടായത്. ഞാനിപ്പോഴും എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്തൊക്കെ പിമ്പിൾസൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കാരണം എനിക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്ന എനിക്ക് ഇത്രയും കുറവുകളൊക്കെ പിമ്പിൾ റാഷസൊക്കെ കുറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ എന്തായാലും ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ട്രൈ ചെയ്ത് നോക്കാൻ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടാവാം. ചിലവർക്ക് ഇത് പിടിച്ചില്ല എന്ന് വരാം, എന്നാലും മാറ്റം ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ. ഇതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടൊരു 2 വർഷം ആവാനായി. ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല അതിന് ശേഷം ഈ ഒരു ക്ലെൻസർ, കാരണം ഇതെൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോയിട്ടില്ല, എനിക്ക് വേണ്ട, കാരണം ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിയാണ്. സോ ദിസ് ഈസ് ദ ക്ലെൻസർ. ഇതിൻ്റെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ, അതായത് ഓരോ സ്കിൻ ടൈപ്പ്, ഓയിലി സ്കിൻ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആൾക്കൊക്കെ ഉള്ള ഇതുണ്ട് ഈ ഒരു സെറ്റാഫിലിൻ്റെ തന്നെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെൻസിറ്റീവ് സ്കിന്നിൻ്റെ, എൻ്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവായ സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ സെൻസിറ്റീവ് സ്കിന്നിനുള്ള ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റ് ആസിഡ്സ് ക്ലെൻസസ് ടു സൂത്ത് ആൻഡ് ഹെൽപ്പ് റെപ്ലനിഷ് സ്കിൻ മോയ്സ്ചർ എന്നെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വില വന്നിട്ട് 399 രൂപയാണ് ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇവിടുന്ന് വാങ്ങുമ്പം കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ ഞാൻ ആദ്യം ആ ഒരു തിരക്കിൽ ഇവിടുന്ന് വാങ്ങിയതാണ്. പിന്നെയെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ആമസോണിലൊക്കെ ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നതാണ്. ഇത് 399 രൂപ 3.19 ml കേട്ടോ. ഇതിൻ്റെ വലിയ ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ ക്ലെൻസർ സ്റ്റോറിയും, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസറും. ഓക്കെ, അപ്പം എൻ്റെ ക്ലെൻസർ സ്റ്റോറി ഇവിടെ അവസാനിച്ചു. ഇത്രയൊക്കെ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ എനിക്ക് ഇത്രയൊക്കെ പറയണം, കാരണം എൻ്റെ ക്ലെൻസറിന് എൻ്റെ ഫേസിലെ പിമ്പിൾസിനെയും എൻ്റെ ഫേസിൻ്റെ ടെക്സ്ചർ എന്നെ മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്റ്റോറി ക്ലെൻസറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം കുറേ എണ്ണങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്നെ കളിയാക്കുന്നു, പക്ഷേ ഞാൻ പറയും. ഓക്കെ, അതാരാണെന്ന് ഈ വീഡിയോ കണ്ടാക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസറല്ല, ഇത് വന്നിട്ട് ഫേസ് സിറാണ്. ഇതൊക്കെ ഞാൻ പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഇത് 10% നിയാസിനമൈഡ് ഫേസ് സിറം ഫോർ ആക്നെ മാർക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് തന്നെ പറയാം. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് എൻ്റെ മുഖത്ത് വർക്ക് ആയത് എന്നുള്ളത് കറക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ ഇതെല്ലാം തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഇതൊന്നും ഉപയോഗിച്ച് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഡെർമാക്കോൻ്റെ ആണ് കേട്ടോ ഈ സംഭവം, 10%. അപ്പോൾ വന്നിട്ട് ഈ ഒരു സംഭവം 10% നിയാസിനമൈഡ് ഫേസ് സിറാണ്. ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 രൂപ. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ. ഇതൊന്നും ഇവിടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, ആമസോണിൽ കിട്ടും, വേറെ എനിക്കറിയില്ല. ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ 1-2 ബോട്ടിൽ സ്റ്റോക്ക് ചെയ്യും. ഇതുവരെ പണിയൊന്നും കിട്ടിയിട്ടില്ല ഇതൊന്നും ഉപയോഗിച്ചിട്ട്. ഇതെല്ലാം ഡെയിലി ഞാൻ മുഖത്തിടും കേട്ടോ, രാവിലെയും രാത്രിയും. കുഞ്ഞിപ്പെണ്ണ് ബാക്കിൽ ഉറങ്ങുന്നുണ്ട്,
ഓക്കെ, ഇത് രാവിലെയും രാത്രിയും ഞാൻ മുഖം കഴുകിയതിന് ശേഷം ക്ലെൻസർ വെച്ചിട്ട് മുഖം കഴുകിയതിന് ശേഷം ഇതിടും. ഇത് നല്ലൊരു എന്താ പറയുക, അങ്ങനെ നമുക്കിങ്ങനെ ഒട്ടുമൊന്നുമില്ല ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ. ചില സീറം ഞാൻ വേറെ ഏതൊരു സീറം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആവുന്നുണ്ടായിരുന്നു. ഇതിന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തും ഫേസിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്യുന്നുണ്ടായതുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. സോ ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് വിചാരിക്കാം. ഇത് ഞാൻ കുറച്ചേ ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ റിവ്യൂ പറയാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ പീച്ചി ഇത്രയാക്കി. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ തന്നെയാണ് മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൺസ്ക്രീമും ഡോക്ടർ ഷെത്തിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ തന്നെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ സൺസ്ക്രീമും ഉണ്ട്. ഈ മോയ്സ്ചറൈസറിനും നല്ല അബ്സോർബൻസ്, അതായത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകും നമ്മളെ ഫേസിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എന്തോ ഒരു പ്രൊഡക്റ്റ് ഫേസിലിട്ട പോലെയൊന്നും ഫീൽ ചെയ്യില്ല. ഓക്കെ, നല്ലൊരു സംഭവമാണത്. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മളെ സൺസ്ക്രീം. ഇതും ഡോക്ടർ ഷെത്തിൻ്റെ തന്നെയാണ്. ഇതും സെയിം കണ്ടൻറ്റ് തന്നെയാണ്. സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീം SPF 50 PA+++ ഉണ്ട്. ഇതിലെന്തെല്ലോ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 1% സിറാമൈഡ് കോംപ്ലക്സ്, 2% വൈറ്റമിൻ സി കോംപ്ലക്സ്, 1% ഹൈലൂറോണിക് ആസിഡ്, മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് സംഭവങ്ങളൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് UVA ആൻഡ് UVB റേസിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നല്ല സംഭവമാണ്. കാരണം ഞാൻ വേറൊരു സൺസ്ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് UAE ബേസ്ഡ് ആണോ എന്നും എനിക്കറിയില്ല. ഇതായിട്ടും വാങ്ങിയൊരു സൺസ്ക്രീം ആയിരുന്നു. എന്താണ് ബനാന ബോട്ട് എന്ന് പറഞ്ഞിട്ട് അൾട്രാ പ്രൊട്ടക്റ്റ്. ഇതും SPF PA+++ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഇത് നമുക്ക് ഈ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് കളിക്കാനൊക്കെ പോകുമ്പോൾ ഇടാം ഭയങ്കര കോട്ടിംഗ് ആയിട്ട്. അല്ലാണ്ട് നമ്മൾ ഡെയിലി യൂസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ലതായിട്ട്. പക്ഷേ ഏട്ടനിടുന്നതാണ്. പക്ഷെ ഞാൻ സ്റ്റിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീം തന്നെയാണ്. ഇതൊരു 50 ഗ്രാമിൻ്റെ ഒരു നെറ്റ് ക്വാളിറ്റി ഉള്ളൊരു കുഞ്ഞിതാണ്. ഇതും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴല്ലേ സൺസ്ക്രീം ഇടുന്നുള്ളൂ. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ ഇടും കേട്ടോ സൺസ്ക്രീം, സമയമുണ്ടെങ്കിൽ. ഇപ്പം സമയം ഉണ്ടാവാറില്ല, എന്നാലും ഉണ്ടാവുമ്പം ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഈ പ്രൊഡക്ട്സാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇത്ര പ്രൊഡക്ട്സേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ മേക്കപ്പ് ഒക്കെ ഇടുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേക്കപ്പ് ഇടാനും ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഞാൻ എൻ്റെ ബാറ്ററി ലോ ആയി. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഞാൻ പുറത്ത് പോകുന്നത് വളരെ റെയറാണ്. എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഒക്കെ കുറച്ച് കുറക്കാറുള്ളൂ. ഇവിടുന്നൊക്കെ നന്നായിട്ട് നല്ല കെട്ടിട്ട് തന്നെ പോവാറ്. റെഡ് ലിപ്സ്റ്റിക്ക് ഈസ് മൈ ഫേവറേറ്റ്. റെഡ് എൻ്റെ അടുത്തൊരു നല്ലൊരു റൂബി ബൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാക്കിൻ്റെ ഒരു സംഭവമുണ്ട്. അത് അടിപൊളിയാണ്. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട പോലെ ആയിരിക്കും. അത് ഞാൻ ഒക്കേഷണലി മാത്രമേ ഇടാറുള്ളൂ. എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് റെഡ് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു 2 മേക്കപ്പ് പ്രൊഡക്റ്റാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ പ്രൈമറും പിന്നെ ഫൗണ്ടേഷനും മാത്രമേ. ഞാൻ കൺസീലറൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പ്രൈമർ വന്നിട്ട് പിന്നെ ലോറിയൽ പാരീസിൻ്റെ ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പിന്നെ ലോറിയലിൻ്റെ തന്നെ ഈ ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എവിടെയപ്പോൾ ഷെയ്ഡ് നാച്ചുറൽ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണെന്ന് തോന്നുന്നു. അതിന് തന്നെ 155 അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്തൊക്കെ എന്താണ് നമ്മളൊരു ലോങ് ഡേ ഒക്കെ ആണ് മേക്കപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സംഭവം വൈബാൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ലാസ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് മൈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആൻഡ് മൈ മേക്കപ്പ് പ്രൊഡക്ട്സ്. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓറലി കമൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് കമൻ്റ് ഇടുക. വീഡിയോയിൽ ചില ആൾക്കാരുണ്ട് എന്നെ കളിയാക്കുന്ന ആൾക്കാരൊക്കെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളെ ചാനൽ വളരാൻ അനുവദിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.